എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 10ാം ക്ലാസ്സിലെ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന ചാപ്റ്ററിലെ കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തിരുന്നു. പ്രധാനമായിട്ടും കമൻറ്റ് ബോക്സിൽ ഡൗട്ട് ചോദിച്ച കുറച്ച് പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്ത്. അതെല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിക്കൊണ്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ലെൻസും മിററുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദാറ്റ് ഈസ് ഇമാജിൻ ദാറ്റ് എ സ്പെറിക്കൽ മിറർ ഗീവ്സ് ആൻ ഇമേജ് മാഗ്നിഫൈഡ് 5 times at a distance 5 meter. If so, determine whether the mirror is concave or convex. How much will be the focal length of the mirror? അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു സ്പെറിക്കൽ മിററിൽ നിന്നും വസ്തു വെച്ചിട്ട് ഒബ്ജക്റ്റ് ഇരിപ്പുണ്ട്. ഒബ്ജക്റ്റിൽ നിന്നും 5 മീറ്റർ അകലെയായിട്ട് ഇമേജ് കിട്ടുന്നുണ്ട്. ആ ഇമേജ് മാഗ്നിഫൈഡ് ആണ്, 5 ഇരട്ടി വലിപ്പത്തിലാണ് ഇമേജ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന സ്പെറിക്കൽ മിറർ ഏതാണ്? കോൺവെക്സ് ആണോ കോൺകേവ് ആണോ എന്നാണ് ആദ്യത്തെ ചോദ്യം. പിന്നെ എന്താണ് ഫോക്കൽ ലെന്ത് കണ്ടുപിടിക്കാൻ. അപ്പോൾ നമുക്കറിയാം മാഗ്നിഫൈഡ് ഇമേജ് കിട്ടണമെങ്കിൽ മിറേഴ്സിൻ്റെ കേസിൽ മാഗ്നിഫൈഡ്, അതായത് വലിയ രൂപത്തിലുള്ള ഇമേജ് കിട്ടണമെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ സൈസിനേക്കാളും ഇവിടെ 5 ഇരട്ടി വലുപ്പത്തിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഒബ്ജക്റ്റിൻ്റെ സൈസിനേക്കാളും വലിയ സൈസിൽ ഇമേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഏത് മിറർ ആയിരിക്കും? കോൺകേവ് മിറർ ആയിരിക്കും അല്ലേ. കോൺവെക്സിലാണെന്നുണ്ടെങ്കിൽ ഡിമിനിഷ്ഡ് ഇമേജ് ആണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ കോൺകേവിലാണെന്നുണ്ടെങ്കിൽ എൻലാർജ്ഡ് ഇമേജ് കിട്ടുന്നുണ്ട്. അപ്പം 5 ഇരട്ടി വലുപ്പത്തിൽ ഇമേജ് കിട്ടുന്നെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന മിറർ ഏതാണ്? കോൺകേവ് മിററാണ്. മനസ്സിലായല്ലോ. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഫോക്കൽ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ നമ്മളൊന്ന് നല്ലോണം വായിച്ച് മനസ്സിലാക്കണം. അതായത് മിററുണ്ട്, മിററിൽ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്നു. ഒബ്ജക്റ്റിൽ നിന്നും 5 മീറ്റർ അകലെയായിട്ടാണ് ഇമേജ് അവിടെ ഫോം ചെയ്യുന്നത് അല്ലേ. അതായത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസിനേക്കാളും അതിൻ്റെ കൂടെ ഒരു 5 മീറ്ററും കൂടെ ആഡ് ചെയ്ത ആ ഒരു ഡിസ്റ്റൻസിലാണ് ഇമേജ് ഉണ്ടായിരിക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പം ഇമേജ് ഡിസ്റ്റൻസിനെ നമ്മൾ സാധാരണയായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ബി വെച്ചിട്ടാണ് നമ്മൾ ഇമേജ് ഡിസ്റ്റൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? ബി = u+5 എന്ന് എഴുതാമല്ലോ. ക്ലിയർ ആയല്ലോ. അതായത് ഇമേജ് ഉണ്ടായിരിക്കുന്നത് ഒബ്ജക്റ്റ് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഇരിക്കുന്നു. ആ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസിൽ നിന്നും 5 മീറ്റർ അകലെയായിട്ടാണ് ഇമേജ് ഉണ്ടായിരിക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പം നമുക്ക് എഴുതാം ബി = u+5 എന്ന് എഴുതാം. ക്ലിയർ ആയല്ലോ. ഇവിടെ നമുക്ക് സൈൻ കൺവെൻഷൻ റൂൾ അപ്ലൈ ചെയ്യാം. കോൺകേവ് മിറർ ആയതുകൊണ്ട് ഇമേജ് ഡിസ്റ്റൻസും ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും എവിടെയാണ്? ലെഫ്റ്റ് സൈഡിലാണ് ഉണ്ടാകുന്നത്. അപ്പം നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാം -v = u+5 എന്ന് എഴുതാം. ദിസ് ഈസ് ടേക്കൺ ഓൺ ഇക്വേഷൻ നമ്പർ 1. ക്ലിയർ ആയല്ലോ. പിന്നെ പറഞ്ഞിട്ടുണ്ട് അവിടെ മാഗ്നിഫൈഡ് ആണ്, അതായത് മാഗ്നിഫിക്കേഷൻ തന്നിട്ടുണ്ട്. 5 times മാഗ്നിഫൈഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റിനേക്കാളും 5 times ഇരട്ടിയായിട്ടാണ് അവിടെ ഇമേജിൻ്റെ ഹൈറ്റ് കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇമേജിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റിനേക്കാളും 5 ഇരട്ടി വലുതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇമേജിൻ്റെ ഹൈറ്റ് hi ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എഴുതാം 5 times ho എന്ന് എഴുതാമല്ലോ. ഇമേജിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റിനേക്കാളും 5 ഇരട്ടി വലുപ്പമാണെന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമുക്ക് എഴുതാൻ സാധിക്കും hi/ho എന്ന് വെച്ചാൽ 5 ആണെന്ന് എഴുതാൻ സാധിക്കും അല്ലേ. hi/ho എന്ന് പറഞ്ഞാൽ 5 ആണെന്ന് എഴുതാമല്ലോ. നമുക്ക് ഈ hi/ho എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നിഫിക്കേഷൻ ആണെന്നറിയാമല്ലേ. മാഗ്നിഫിക്കേഷനാണ് m എന്ന് പറയുന്നതാണ് hi/ho എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ. ദാറ്റ് ഈസ് =5 എന്ന് എഴുതാം. ഇനി ഈ കോൺകേവ് മിറർ ആകുമ്പോൾ നമ്മൾ പറഞ്ഞു മാഗ്നിഫൈഡ് ഇമേജ് ആണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. അത് ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് ഉണ്ടാകുന്നത് അല്ലേ. ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അവിടുത്തെ ആ ഇമേജിൻ്റെ പ്രത്യേകത എങ്ങനെയായിരിക്കും? റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കുമല്ലോ. കോൺകേവ് മിററിൽ മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഇമേജാണ്, അത് എൻലാർജ്ഡ് ആയിട്ടുള്ള ഇമേജാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് എങ്ങനത്തെ ഇമേജ് ആയിരിക്കും? റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. നമ്മൾ പഠിച്ചതാണ് മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ നെഗറ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ എന്താണ്? മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. നമ്മൾ പഠിച്ച കാര്യമാണ്. മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഇമേജ് എങ്ങനെയായിരിക്കും? റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന എങ്ങനെയാണ്? റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ആണ്, മാഗ്നിഫൈഡ് ചെയ്ത ഇമേജ് ആണ്. മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടുത്തെ മാഗ്നിഫിക്കേഷൻ എങ്ങനെയായിരിക്കും? നെഗറ്റീവ് വാല്യൂ ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് എഴുതാൻ സാധിക്കും ദാറ്റ് ഈസ് m hi/ho. ദാറ്റ് ഓൾസോ നമുക്ക് വേറെ റിലേഷൻ കൂടെ അറിയാം, -v/u എന്ന് അറിയാം. ദാറ്റ് ഈസ് -5 എന്ന് എഴുതാമല്ലോ. റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ആണ്. അപ്പോൾ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണ്. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കും m hi/ho ദാറ്റ് ഈസ് -v/o ദാറ്റ് ഈസ് -5 എന്ന് എഴുതാം. ദെൻ ഈ റിലേഷൻ നമുക്ക് ഇങ്ങനെ എടുക്കാം. ദാറ്റ് ഈസ് -v/u -5 എന്ന് എടുക്കുക. ദെൻ -v ഈ യുവിനെ അങ്ങോട്ട് കൊണ്ടുപോകുക. ദെർഫോർ -5 എന്ന് എഴുതും. മനസ്സിലായല്ലോ. -v -5 or v
5u എന്ന് കൊടുക്കാം. ദിസ് ഈസ് ടേക്കൺ ആസ് ഇക്വേഷൻ നമ്പർ 2. ക്ലിയർ ആയല്ലോ? ദെൻ നമ്മൾ ഈ ഇക്വേഷൻ നമ്പർ 2 നമ്മൾ ഇക്വേഷൻ നമ്പർ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഫോക്കൽ ലെന്താണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫോക്കൽ ലെന്ത് വേണമെന്നുണ്ടെങ്കിൽ വിയുടെ വാല്യൂയും യുടെ വാല്യൂ അറിഞ്ഞിരിക്കണം. മനസ്സിലല്ലോ? അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ഈ സ്റ്റെപ്പ് എല്ലാം ചെയ്യുന്നത്. അപ്പം ഇവിടെ നമുക്ക് കൊടുക്കാം സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 2 ഇൻ ഇക്വേഷൻ 1. ഇക്വേഷൻ 2 നമ്മൾ ഇക്വേഷൻ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Therefore ഇക്വേഷൻ 2 ഇതാണ്, ഇക്വേഷൻ 1 ഇതാണ്. അപ്പം വിയുടെ സ്ഥാനത്ത് നമുക്ക് 5u എന്ന് കൊടുക്കാം. Therefore ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്. മൈനസ് 5u ഈസ് ഈക്വൽ ടു മൈനസ് യു പ്ലസ് 5. ദെൻ മൈനസ് 5u, ഈ മൈനസ് യുവിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. Therefore പ്ലസ് യു ആവും. പ്ലസ് യു ഈസ് ഈക്വൽ ടു 5. മൈനസ് 5u പ്ലസ് യു എന്ന് പറയുമ്പോൾ എന്താണ്? മൈനസ് 4u ആണ്. 4u ഈസ് ഈക്വൽ ടു 5 എന്ന് എഴുതാം. ഓർ യു ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് 5/4 എന്ന് എഴുതാമല്ലോ. യു ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് 5/4. അപ്പോൾ യു ഈസ് ഈക്വൽ ടു മൈനസ് 5/4. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് യുവിൻ്റെ വാല്യൂ കിട്ടി. അപ്പോൾ ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കാം. മനസ്സിലായല്ലോ? ഇനി ഈ യുടെ വാല്യൂ നമുക്ക് ഈ ഇക്വേഷൻ നമ്പർ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. അതായത് സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 3 ഇൻ ഇക്വേഷൻ 2. ഇക്വേഷൻ 3 നമ്മൾ ഇക്വേഷൻ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Therefore ഇക്വേഷൻ 2 എന്ന് പറയുന്നത് വി ആണ്. Therefore വി ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു യു എത്രയാണ്? യുടെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടി മൈനസ് 5/4 എന്ന് കിട്ടി. അപ്പോൾ ഇൻറ്റു മൈനസ് 5/4 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 25/4 എന്ന് കിട്ടി. വി ഈസ് ഈക്വൽ ടു മൈനസ് 25/4. മനസ്സിലായല്ലോ? യു ഈസ് ഈക്വൽ ടു മൈനസ് 5/4, ബി ഈസ് ഈക്വൽ ടു മൈനസ് 25/4. ഇത് എത്ര മീറ്റർ ആണ് കേട്ടോ? ഇതെല്ലാം മീറ്ററിലാണ്. ദെൻ ദിസ് ഈസ് ടേക്കൺ ആസ് ഇക്വേഷൻ നമ്പർ 4. ക്ലിയർ ആയല്ലോ? അപ്പം വിയും യുവും നമുക്ക് കിട്ടി. ഇനി എന്താണ് നമുക്ക് വേണ്ടത്? ഫോക്കൽ ലെന്താണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം മിററിൻ്റെ കേസിൽ ഫോക്കൽ ലെന്ത് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഏതാണ്? ദാറ്റ് ഈസ് 1/f ഈസ് ഈക്വൽ ടു 1/u പ്ലസ് 1/v ആണ് നമുക്ക് ഫോക്കൽ ലെന്ത് കാണാനുള്ള ഇക്വേഷൻ. അല്ലെങ്കിൽ ഇതിനെ നമ്മൾ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഫ് ഈസ് ഈക്വൽ ടു യു വി ഡിവൈഡഡ് ബൈ യു പ്ലസ് വി എന്ന് എഴുതാം. ക്ലിയർ ആയല്ലോ? ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യുവിൻ്റെ വാല്യൂ നമുക്കിവിടെ കിട്ടിയില്ല. യു ഇതാണ് മൈനസ് 5/4 ഇൻറ്റു വിൻ്റെ വാല്യൂ കിട്ടി മൈനസ് 25/4 ഫോർ ഡിവൈഡഡ് ബൈ യു എന്ന് വെച്ചാൽ മൈനസ് 5/4 ആണ്. ദെൻ പ്ലസ് മൈനസ് 25/4. ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് ചെയ്യാമല്ലോ, മൾട്ടിപ്ലൈ ചെയ്യാം. ദെർഫോർ മൈനസ് മൈനസ് കൊണ്ട് പ്ലസ് ആവും. ദെർഫോർ 25 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 125 വരും. ഡിവൈഡ് ബൈ 4 ഇൻറ്റു 4 16 വരും. ദെൻ ഡിവൈഡഡ് ബൈ ഇത് ഡിനോമിനേറ്റർ സെയിം അല്ല, അപ്പം ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ മൈനസും പ്ലസ്സും ഉണ്ട്. അപ്പോൾ ഇത് എന്ത് വരും? മൈനസ് വരും. അപ്പം ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ ഇവിടെ ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്യുക. ദെർഫോർ എത്ര വരും? മൈനസ് 30 വരും അല്ലേ? 25 മൈനസ് 5 മൈനസ് 25 എന്ന് പറയുമ്പോൾ മൈനസ് 30 വരും. മൈനസ് 30/4 എന്ന് വരും. ക്ലിയർ ആയല്ലോ? ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു 125 ഡിവൈഡ് ബൈ 16 അല്ലേ? 16 ഉണ്ട്. റെസിപ്രോക്കൽ എടുക്കാം. ഇൻറ്റു മൈനസ് ഓഫ് 4/30 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ഇതും ക്യാൻസൽ ചെയ്താൽ 4 എടുക്കാം. ദെൻ പിന്നെ എത്രയാണ്? മൈനസ് 125 ഡിവൈഡ് ബൈ 120 എന്ന് വരും. ദെൻ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും മൈനസ് ഓഫ് 1.04 എന്ന് കിട്ടും. മൈനസ് ഓഫ് 1.04 മീറ്റർ എന്ന് കിട്ടും. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് ഫോക്കൽ ലെന്ത്. നമുക്കിവിടെ എന്താണ് കിട്ടിയത്? ഫോക്കൽ ലെന്ത് ആണല്ലേ കേട്ടോ. ഫോക്കൽ ലെന്ത് ആണ് എഫ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് 1.04 മീറ്റർ. ഫോക്കൽ ലെന്ത് ഓഫ് ദി കോൺകേവ് മിറർ. ക്ലിയർ ആയല്ലോ? അപ്പം ഇത് ഇച്ചിരി കൺഫ്യൂസിങ് ഉണ്ടാകുന്നൊരു ക്വസ്റ്റൻ ആയെന്ന് തോന്നുന്നു. ക്വസ്റ്റ്യൻ ക്ലിയർ ആക്കി മനസ്സിലാകാഞ്ഞിട്ടാണെന്ന് തോന്നുന്നു കൺഫ്യൂഷൻ വന്നത്. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? കോൺകേവ് ആണോ കോൺവെക്സ് ആണോ എന്നാണ് ചോദിച്ചിരുന്നത്. അപ്പം ഓർത്തിരിക്കുക, മാഗ്നിഫൈഡ് ചെയ്ത ഇമേജ് ആണ്, അതായത് എൻലാർജ്ഡ് ആയിട്ടുള്ള ഇമേജ് ആണെന്നുണ്ടെങ്കിൽ കോൺകേവ്, മിററിൻ്റെ കേസിൽ കോൺകേവിലാണ് വലിയ ഇമേജ് ഉണ്ടാകുന്നത്. ക്ലിയർ ആയല്ലോ? അതുപോലെ തന്നെ മാഗ്നിഫിക്കേഷൻ അതും ഓർത്തിരിക്കുകയാണ്. മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ആണ്. മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആവുകയാണെങ്കിൽ വെർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പം ബാക്കിയെല്ലാം നിങ്ങൾ മാത്സിലെ പോളിനോമിയലിലെ സ്റ്റെപ്സുകളാണ്. അപ്പം ആ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട് അതിൽ നിന്ന് നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കുക. അപ്പോൾ ഏതാണോ കണ്ടുപിടിക്കേണ്ടത് അതിലേക്ക് ഇക്വേഷനെ കൊണ്ടുവരണം. ടേംസുകളൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ ദാറ്റ് ഈസ് എ ഫോക്കൽ ലെന്ത് ഓഫ് എ കോൺകേവ് മിറർ. എഫ് ഈസ് ഈക്വൽ ടു 1 മൈനസ് ഓഫ് 1.04 മീറ്റർ.
then അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദാറ്റ് ഈസ് എ 2 cm tall object is placed perpendicular to the principal axis of a convex lens of focal length 10 cm. The distance of the object from the lens is 15 cm. Find the nature, position and size of the image and also find magnification. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു 2 cm ഹൈറ്റുള്ള അത്രയും പൊക്കമുള്ള ഒരു ഒബ്ജക്റ്റ് ഇവിടെ വെച്ചിരിക്കുന്ന ഒരു കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെന്ത് പറഞ്ഞിട്ടുണ്ട് 10 cm ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ 10 cm ഫോക്കൽ ലെന്ത് ഉള്ള ആ കോൺവെക്സ് ലെൻസിൻ്റെ ഒരു സൈഡിലായിട്ട് എന്താണ് ഒരു 2 cm ടോളുള്ള ഹൈറ്റുള്ളൊരു ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. അത് ആ പ്രിൻസിപ്പൽ ആക്സിസിലാണ് ഇരിക്കുന്നത്. ദെൻ ആ ലെൻസിൽ നിന്നും ആ ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 15 cm എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ലെൻസിൽ നിന്നും ആ ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് 15 cm ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്? നേച്ചർ ഓഫ് ദി ഇമേജ്, ഇമേജിൻ്റെ നേച്ചർ നമ്മൾ കണ്ടുപിടിക്കണം. ദെൻ പൊസിഷൻ ഓഫ് ദി ഇമേജ് അല്ലേ, ഇമേജ് എവിടെയാണ് ഇരിക്കുന്നത് ആ പൊസിഷൻ നമ്മൾ കണ്ടുപിടിക്കണം. ദെൻ അതുപോലെ തന്നെ സൈസ് ഓഫ് ദി ഇമേജ്, ആ ഇമേജിൻ്റെ സൈസും കണ്ടുപിടിക്കണം. ഓൾസോ ഫൈൻഡ് മാഗ്നിഫിക്കേഷൻ, അതിൻ്റെ മാഗ്നിഫിക്കേഷൻ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്തെഴുതാം. എന്തൊക്കെ തന്നിട്ടുണ്ട്? ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് തന്നിട്ടുണ്ടല്ലേ, ദാറ്റ് ഈസ് HO തന്നിട്ടുണ്ട്. എത്രയാണ്? 2 cm എന്ന് തന്നിട്ടുണ്ട്. ദെൻ പിന്നെ ഫോക്കൽ ലെന്ത് തന്നിട്ടുണ്ടല്ലേ, ഫോക്കൽ ലെന്ത് 10 cm തന്നിട്ടുണ്ടല്ലേ, ഫോക്കൽ ലെന്ത് 10 cm ആണ്. ദെൻ പിന്നെ എന്താണ് തന്നിരിക്കുന്നത്? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് U തന്നിട്ടുണ്ട്. അതെത്രയാണ്? 15 cm ആണ്. ശരിയാണല്ലോ. ഇവിടെ നമുക്ക് സൈൻ കൺവെൻഷൻ റൂൾ അപ്ലൈ ചെയ്യണം. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് പ്രിൻസിപ്പൽ ആക്സിസിന് മുകളിലേക്ക് ആയതുകൊണ്ട് അത് പോസിറ്റീവ് തന്നെയാണ്. ഫോക്കൽ ലെന്തും പോസിറ്റീവ് തന്നെയാണ്. കോൺവെക്സ് ലെൻസിനും കോൺകേവ് ലെൻസിനും ഫോക്കൽ ലെന്ത് പോസിറ്റീവ് ആയിരിക്കും. ദെൻ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എങ്ങനെയാണ്? ലെഫ്റ്റ് സൈഡിലല്ലേ, ലെൻസിൻ്റെ ഇടത് സൈഡിലായിട്ടാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ എങ്ങനെയായിട്ട് എടുക്കും? നെഗറ്റീവായിട്ട് എടുക്കും. അപ്പോൾ ഇത് നെഗറ്റീവാണ്, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് നെഗറ്റീവാണ്. ക്ലിയർ ആയല്ലോ. എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? നേച്ചർ കണ്ടുപിടിക്കണം അല്ലേ, അതിൻ്റെ നേച്ചർ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ പൊസിഷൻ അല്ലേ, പൊസിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇമേജിൻ്റെ അല്ലേ, അവിടെ ഉണ്ടാകുന്ന ഇമേജിൻ്റെ പൊസിഷൻ. അപ്പം ഇമേജ് ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കണം. പിന്നെ സൈസ് ഓഫ് ദി ഇമേജ് അല്ലേ, ഇമേജിൻ്റെ സൈസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഹൈറ്റ് ഓഫ് ദി ഇമേജ് അല്ലേ, ഹൈറ്റ് ഓഫ് ദി ഇമേജ് കണ്ടുപിടിക്കണം. പിന്നെന്താണ്? മാഗ്നിഫിക്കേഷൻ അല്ലേ, മാഗ്നിഫിക്കേഷനും കണ്ടുപിടിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കണം. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത്? നമുക്ക് ഇക്വേഷൻ ഉപയോഗിക്കാം. ലെൻസ് ആയതുകൊണ്ട് ലെൻസ് ഇക്വേഷൻ ഉപയോഗിക്കാം. എന്താണ്? 1/f = 1/v - 1/u ആണ്. ഇവിടെ നമുക്ക് എഫ് അറിയാം, യു അറിയാം, നമുക്ക് വി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇക്വേഷൻ വിയിലേക്ക് മാറ്റുക. therefore 1/v = 1/f + 1/u എന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ ഒന്നുകൊണ്ട് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് വിയിലേക്ക് മാറ്റാം. therefore v = uf / u + f, uf / u + f എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. therefore that is equal to യു എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? യു നമുക്കറിയാം -15 ആണല്ലേ, -15 ആണ്. എഫ് അറിയാം 10 ആണ്. Then u + f, that is -15 + 10, that is equal to -15 × 10 എന്ന് പറയുമ്പോൾ that is -150. Then -15 + 10, that is equal to -5 അല്ലേ, -5 എന്ന് എടുക്കാം. ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ 2 മൈനസും ഇവിടെ ക്യാൻസൽ ആയിപ്പോൾ. ദെൻ മിച്ചമുള്ള എത്രയാണ്? 150 / 5, ദാറ്റ് ഈസ് ഈക്വൽ ടു 30 അല്ലേ, 30 cm എന്ന് കിട്ടും. അതായത് വി ആണ് കിട്ടിയത്. അതായത് ഇമേജ് ഡിസ്റ്റൻസ് നമുക്ക് എത്ര കിട്ടി? 30 cm എന്ന്. അപ്പോൾ മനസ്സിലായല്ലോ, ലെൻസിൽ നിന്നും 30 cm എവേ ആയിട്ടാണ് ഇമേജ് ഉണ്ടായിരിക്കുന്നത്. ആ ഇമേജ് ഡിസ്റ്റൻസ് പോസിറ്റീവ് വാല്യൂ ആണല്ലോ. അപ്പോൾ പോസിറ്റീവ് വാല്യൂ ആകുമ്പോൾ എവിടെയായിരിക്കും? റൈറ്റ് സൈഡിലായിരിക്കുമല്ലോ. പോസിറ്റീവ് വാല്യൂ ആകുമ്പോൾ റൈറ്റ് സൈഡിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പം റൈറ്റ് സൈഡ്, ലെൻസിൽ നിന്നും റൈറ്റ് സൈഡിൽ 30 cm എവേ ആയിട്ട് അവിടെ ഇമേജ് ഉണ്ടായിരിക്കുന്നു. അപ്പോൾ മനസ്സിലായല്ലോ, ദാറ്റ് ഈസ് ഇമേജ് ഈസ് ഫോംഡ് ഓൺ ദ അതർ സൈഡ് ഓഫ് ദി ഒപ്റ്റിക് സെൻറ്റർ. ഒപ്റ്റിക് സെൻറ്ററിൻ്റെ മറ്റേ സൈഡിൽ ഇമേജ് ഉണ്ടായി. അത് 30 cm അല്ല, 30 cm ഡിസ്റ്റൻസിലാണ് ഇമേജ് ഉണ്ടായത്. അപ്പോൾ അത് പോസിറ്റീവ് വാല്യൂ, ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് വാല്യൂ കാണിക്കുന്നത് നമ്മൾ പറഞ്ഞു അതർ സൈഡിലാണ്, അത് റൈറ്റ് സൈഡിലാണ് ഇമേജ് ഉണ്ടാകുന്നത്. ആൻഡ് ഓൾസോ ദി ഇമേജ് ഈസ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. മനസ്സിലായോ? ദസ് പോസിറ്റീവ് സൈൻ ഷോസ് ദാറ്റ് ദി ഇമേജ് ഈസ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. മനസ്സിലായല്ലോ. അപ്പോൾ ഇമേജിൻ്റെ നേച്ചർ കിട്ടിയല്ലോ. ഇമേജ് എങ്ങനെയാണ്? റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. ദെൻ പൊസിഷൻ ഓഫ് ദി ഇമേജ് കിട്ടി ഇല്ലേ, എവിടെയാണ്? 30 cm ഓൺ ദ അതർ സൈഡ് ഓഫ് ദ ഒപ്റ്റിക് സെൻറ്റർ കിട്ടി. ദെൻ ഇനി എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? സൈസ് ഓഫ് ദി ഇമേജ്, ഇമേജിൻ്റെ സൈസ് കണ്ടുപിടിക്കണം.
നമുക്ക് സൈസ് ഓഫ് ദ ഇമേജ് നോക്കാം. അതായത് HI ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം മാഗ്നിഫിക്കേഷൻ M ഈസ് ഈക്വൽ ടു HI/HO ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു V/U ആണ് കേട്ടോ. ലെൻസിൻ്റെ കേസിൽ മൈനസ് ഇല്ല, V/U ആണ്. അപ്പോൾ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് HI/HO ഈസ് ഈക്വൽ ടു V/U നമുക്ക് എഴുതാം. then നമുക്ക് വേണ്ടതാണ് HI ആണ് വേണ്ടത്, ഇക്വേഷൻ അതിലേക്ക് മാറ്റി. therefore HI ഈസ് ഈക്വൽ ടു HO ഇൻറ്റു V/U. then സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. HO ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ, 2 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. then നമുക്കിപ്പോൾ കിട്ടി ഇമേജ് ഡിസ്റ്റൻസ് കിട്ടി 30 എന്ന് കിട്ടി. then ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് നമുക്കറിയാം എത്രയാണ്, -15 ആണ്. therefore -15. then that is equal to 15 നമുക്ക് ക്യാൻസൽ ചെയ്യാം, 2 എന്ന് വരും. therefore -4 അല്ലേ, -4 ആണ്, -4 സെൻറ്റിമീറ്റർ അല്ലേ ഹൈറ്റ് ഓഫ് ദി ഇമേജ്. ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഈസ് -4 സെൻറ്റിമീറ്റർ. അപ്പം ഹൈറ്റ് ഓഫ് ദി ഇമേജ് -4 സെൻറ്റിമീറ്റർ ആകുമ്പോൾ എന്താണ്, താഴേക്കാണല്ലോ. അതായത് ലെൻസ് ഇവിടെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, ലെൻസിൽ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് 2 സെൻറ്റിമീറ്റർ, ഇവിടെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് U ആണ്, ഇവിടെ 2 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ ഇതിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇമേജ് എവിടെയായിരിക്കും, താഴെയായിരിക്കും. അതായത് ഇവിടെ നിന്നും 30 സെൻറ്റിമീറ്റർ താഴെ നമ്മൾ ഇമേജ് ഡിസ്റ്റൻസ് നമുക്ക് കിട്ടിയായിരുന്നു, 30 സെൻറ്റിമീറ്റർ കിട്ടി. താഴെയായിട്ട് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ആണെന്ന് പറഞ്ഞു. പോസിറ്റീവ് ആകുമ്പോൾ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഹൈറ്റ് ഓഫ് ദി ഇമേജ് എത്രയാണ്, ഇവിടെ -4 കിട്ടിയില്ലേ. അപ്പം അത് താഴേക്ക് ഇൻവേർട്ടഡ് ആണ്. അപ്പോൾ താഴേക്ക് ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് അവിടെ ഇമേജ് ഉണ്ടാകുന്നത്. അപ്പം നെഗറ്റീവ് സൈൻ ആകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം താഴേക്കാണല്ലേ, പ്രിൻസിപ്പൽ ആക്സിസിന് ഡൗൺവേർഡ് ആയിട്ടായിരിക്കും അവിടെ ഇമേജ് ഉണ്ടാകുന്നത്. ക്ലിയർ ആയല്ലോ. ദാറ്റ് ഈസ് എ സൈസ് ഓഫ് ദ ഇമേജ് -4 സെൻറ്റിമീറ്റർ. ദെൻ ഇനി എന്താണ് കണ്ടുപിടിക്കാനുള്ളത്, മാഗ്നിഫിക്കേഷൻ ആണ് കണ്ടുപിടിക്കാനുള്ളത്. മാഗ്നിഫിക്കേഷൻ നമുക്ക് ഈ ഇക്വേഷൻ തന്നെ ഉപയോഗിച്ചാൽ മതി. M ഈസ് ഈക്വൽ ടു HI/HO അല്ലെങ്കിൽ V/U അത് ഏതെങ്കിലും ഉപയോഗിച്ചാലും മതി. അപ്പോൾ നമുക്കിവിടെ ഇവിടെ കിട്ടിയായിരുന്നു HI കിട്ടി, ഹൈറ്റ് ഓഫ് ദി ഇമേജ് കിട്ടി -4 എന്നാണ്. ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് 2 ആണ്. therefore മാഗ്നിഫിക്കേഷൻ ഈസ് എത്രയാണ്, മാഗ്നിഫിക്കേഷൻ M ഈസ് ഈക്വൽ ടു -2 അല്ലേ. മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ -2 ആണ്. ക്ലിയർ ആയാലും ഇത് V/Uലും ചെയ്താൽ തന്നെ കിട്ടും. V എന്ന് വെച്ചാൽ എത്രയാണ്, നമുക്കിവിടെ കിട്ടിയായിരുന്നു 30 ആണ്. U എന്ന് വെച്ചാൽ -15 ആണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -2 എന്ന് തന്നെ കിട്ടും. അപ്പം മാഗ്നിഫിക്കേഷൻ ഈസ് -2. ക്ലിയർ ആയല്ലോ. ഈ മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ നെഗറ്റീവ് ആവുകയാണെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ദ ഇമേജ് ഈസ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. അത് ഓർത്തിരിക്കുക കേട്ടോ. മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഇമേജ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. അപ്പോൾ മനസ്സിലായല്ലോ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നേച്ചർ ഓഫ് ദി ഇമേജ്, പൊസിഷൻ ഓഫ് ദി ഇമേജ്, സൈസ് ഓഫ് ദി ഇമേജ് ആൻഡ് മാഗ്നിഫിക്കേഷൻ ഇത്രയും കാണാനായിരുന്നു ചോദിച്ചത്. നേച്ചർ ഓഫ് ദി ഇമേജ് നമ്മൾ കണ്ടു, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണെന്ന് കണ്ടു. കാരണം ഇമേജ് ഡിസ്റ്റൻസ് പോസിറ്റീവ് വാല്യൂ വന്നു, ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ഇമേജ് ഈസ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. പിന്നെന്താണ്, പൊസിഷൻ കണ്ടു, എവിടെയാണെന്ന് നമ്മൾ കണ്ടു. then അതുപോലെ തന്നെ സൈസ് കണ്ടു, ദാറ്റ് ഈസ് -4 സെൻറ്റിമീറ്റർ എന്ന് കണ്ടു. പിന്നെ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് വാല്യൂ വരുവാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദി ഇമേജ് ഈസ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആണ്. അത് ഓർത്തിരിക്കട്ടെ. മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും, പോസിറ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ദാറ്റ്സ് എ റിയൽ ഇൻവേർട്ടഡ് 4 സെൻറ്റിമീറ്റർ ടോൾ ഒബ്ജക്റ്റ് ഈസ് ഫോംഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 30 സെൻറ്റിമീറ്റർ ഓൺ ദ അതർ സൈഡ് ഓഫ് ദി ലെൻസ് അല്ലേ. ദ ഇമേജ് ഈസ് 2 times enlarged. ദാറ്റ് ഈസ് ദ ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതും കമൻറ്റ് ബോക്സിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. ദെൻ ക്വസ്റ്റ്യൻ ഇതാണ്, ദ ഡയഗ്രാം റെപ്രസെൻറ്റ് ആൻ ഇൻസിഡൻറ്റ് റേ ഫോളിംഗ് ഓൺ എ പ്ലെയിൻ മിറർ. ഫൈൻഡ് ദ ഇൻസിഡൻറ്റ് ആംഗിൾ യൂസിങ് ദ ഗിവൺ ഡയഗ്രാം. ഒരു പ്ലെയിൻ മിററാണ്. പ്ലെയിൻ മിററിലേക്ക് ഒരു റേ ഓഫ് ലൈറ്റ് വന്ന് വീഴുന്നുണ്ട് അല്ലേ, റേ ഓഫ് ലൈറ്റ് വീഴുന്നുണ്ട്. ദെൻ അതിൻ്റെ ഒരു പർട്ടിക്കുലർ ആ മിററും ആ റേയും കൂടെ വന്ന് വീഴുന്ന അവിടെ ഒരു ആംഗിൾ എത്രയാണെന്ന് കൊടുത്തിട്ടുണ്ട്, 30 ഡിഗ്രിയാണ്. അങ്ങനെയെങ്കിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്, ഫൈൻഡ് ദ ഇൻസിഡൻറ്റ് ആംഗിൾ യൂസിങ് ദ ഗിവൺ ഡയഗ്രാം. ഈ ഡയഗ്രാം ഉപയോഗിച്ച് നമുക്ക് ഇൻസിഡൻറ്റ് ആംഗിൾ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. എങ്ങനെയാണ് ഇൻസിഡൻറ്റ് ആംഗിൾ കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ ഇൻസിഡൻറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കറിയാം നോർമലുമായിട്ട് അല്ലേ, നോർമലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ഇൻസിഡൻറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതൊരു പ്ലെയിൻ മിററാണ്. അപ്പം ഈ പ്ലെയിൻ മിററിലെ നോർമൽ നമ്മൾ എങ്ങനെ വരയ്ക്കും, അതായത് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ലൈൻ, അതിനാണല്ലോ നമ്മൾ നോർമൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതാണ് പ്ലെയിൻ മിറർ. അപ്പോൾ പ്ലെയിൻ മിററിൻ്റെ സർഫസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു പോർഷനാണ്. അപ്പം ഇതിന് നോർമലായിട്ടെന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കും അവിടുത്തെ നോർമൽ വരുന്നത്. അപ്പം ദിസ് ഈസ് എ നോർമൽ അല്ലേ. അപ്പം ആ നോർമലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത്, ഇൻസിഡൻറ്റ് ആംഗിൾ എന്ന് പറഞ്ഞത്. അതായത് ഈ ആംഗിളാണ് അവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്, I
ശരിയല്ല, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ ആംഗിളാണ്. അപ്പോൾ നമുക്ക് ഈ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായല്ലോ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഐ ആണ് നമുക്കവിടെ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഒരു പർട്ടിക്കുലർ ആംഗിൾ തന്നിട്ടുണ്ട്, 13 തന്നിട്ടുണ്ട്. ശരിയല്ലോ? അപ്പം ഈ ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമുക്കറിയാം ഇതെന്താണ്, പെർപെൻഡിക്കുലർ ആണല്ലോ, നോർമലാണ്. അപ്പോൾ അവിടുത്തെ മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. അതായത് ഇവിടുത്തെ ടോട്ടൽ, ഈ ഇത്രയും ടോട്ടൽ ആംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 90 ഡിഗ്രിയാണ്. അപ്പം ഇത്രയും തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? കുറച്ചാൽ മതിയല്ലോ. ടോട്ടൽ ആംഗിൾ എന്ന് വെച്ചാൽ 90 ആണ്. അപ്പോൾ ഇൻസിഡൻറ്റ് ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ therefore I is equal to ടോട്ടൽ ആംഗിൾ 90 ഡിഗ്രിയാണ്. തന്നിരിക്കുന്ന ആംഗിൾ എത്രയാണ്? 30 തന്നിട്ടുണ്ടല്ലോ, 30 തന്നിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ചാൽ മതിയല്ലോ. therefore that is equal to എത്രയാണ്? 60 ഡിഗ്രി ഇല്ലേ? അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I is equal to 60 ഡിഗ്രി. ക്ലിയർ ആയല്ലോ? അപ്പം ദിസ് ഈസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 60 ഡിഗ്രി. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പ്രോബ്ലംസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും നല്ലതുപോലെ പഠിക്കുക, പ്രോപ്പറായ രീതിയിൽ തന്നെ പഠിച്ചു പോവുക, കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ പഠിക്കുക. ദെൻ ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഉപകാരപ്പെട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമുക്കിനി കൂടുതൽ ക്ലാസ്സസുമായിട്ട് വരും വീഡിയോസിൽ കാണാം. താങ്ക്